ഉപ്പ. നമ്മളിൽ പലർക്കും ആ വാക്കൊരു ഗാംഭീര്യമാണ്, ചിലപ്പോൾ ഒരു പേടിയാണ്. അമ്മയോട് ചോദിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഉപ്പയോട് ഒന്നും ചോദിക്കാറില്ല. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളറകളിൽ അമ്മയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ വീടിന് പുറത്ത് ആരും കാണാതെ ഒരുക്കിത്തീരുന്ന ഒരാളുണ്ട്, അതാണ് ഉപ്പ. അമ്മയുടെ സ്നേഹത്തിന് നിലാവിൻ്റെ കുളിർമയുണ്ടെങ്കിൽ ഉപ്പയുടെ സ്നേഹത്തിന് ചൂട് പൊള്ളുന്ന ആ വെയിലിൻ്റെ ചൂടാണ്. നമ്മളെ തണലിലെത്താൻ വേണ്ടി ആ വെയിൽ മുഴുവനും സ്വന്തം തലയിൽ ഏറ്റുവാങ്ങിയ ആളാണ്. അതാണ് ആ ഉപ്പ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ തവണ പുതിയ വസ്ത്രങ്ങൾ ചോദിക്കുമ്പോഴും പുതിയ ഫോണിനായി വാശി പിടിക്കുമ്പോഴും തൻ്റെ കീരി തുടങ്ങിയ ആ ബനിയനും തുന്നിച്ചേർത്ത ചെരുപ്പും ആ മനുഷ്യൻ ഒളിച്ചു വെക്കും. നമുക്ക് മുന്നിൽ ഒരിക്കലും അദ്ദേഹം തോറ്റുപോയിട്ടില്ല. പക്ഷേ തടിച്ചിരിക്കുമ്പോൾ ആ കാൽപാദങ്ങളിലെ വിരലുകളിലേക്കും നരച്ചു തുടങ്ങിയ മുടിയിലേക്കും ഒന്ന് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? കയ്യിലുള്ള 10 പൈസയ്ക്ക് പോലും നമ്മൾ കാണാത്ത ഒരു കഥയുണ്ടാകും. പട്ടിണി കിടന്നും അപമാനങ്ങൾ സഹിച്ചു അദ്ദേഹം ആ പണം കരുതി വെച്ചത് തൻ്റെ മക്കൾക്ക് ഒരു കുരം വരരുത് എന്ന് കരുതി മാത്രമാണ്. എന്നിട്ടും നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഉപ്പ വീട്ടിലേക്ക് വരുമ്പോൾ അടുത്ത മുറിയിലേക്കോ മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ മുഖം മറക്കുകയാണ്. ഇതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ഓർക്കണം, നാളെ ഒരിക്കൽ ആ കസേര ഒഴിഞ്ഞു കിടക്കുമ്പോൾ, ആ ശബ്ദം ആ വീട്ടിൽ ഇല്ലാതാകുമ്പോൾ അത് നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തൻ്റെ മക്കളൊന്ന് അടുത്തു വന്നിരുന്നെങ്കിൽ, വിശേഷങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവ മനുഷ്യൻ ആ ഗാംഭീര്യത്തിന്റെ ഉള്ളിലുണ്ട്. എത്ര പേർക്ക് ധൈര്യമാണ് ഇന്ന് പോയി ഉപ്പയുടെ ആ തയമ്പിച്ച കൈകളിലൊന്ന് പിടിക്കാൻ, ആ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞു കിടക്കാൻ? ഉപ്പ, എനിക്കറിയാം ഉപ്പ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എന്ന് ആ ഉപ്പയോടൊന്ന് പറയാൻ ആർക്കായിരുന്നു ധൈര്യം? ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കണം ആ സ്നേഹം. കാരണം ഉപ്പമാർക്ക് മരിക്കാൻ പേടിയാണ്. താൻ പോയാൽ തൻ്റെ മക്കൾ ആരാലും ഇല്ലാതായി പോകുമെന്നോർത്ത്. അതുകൊണ്ട് വൈകിപ്പോകുന്നതിന് മുമ്പ് ആ സ്നേഹം തിരിച്ചു കൊടുക്കുക.